ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റയിൽ കുറച്ച് റീൽസ് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ താഴെ വരുന്ന കുറച്ച് കമൻസ് ആണ്. ബി ഡി എസ് ഡോക്ടറാണോ, ബി ഡി എസ് ഡിഗ്രി ഉള്ളവർ ഡോക്ടേഴ്സ് തന്നെയാണോ, അതോ ഡെൻറ്റിസ്റ്റ് ആണോ, എന്താണ് ഈ പ്രൊഫഷൻ, ലൈക്ക് എന്താണ് എന്നുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 70% ആൾക്കാർക്കും ബി ഡി എസ് ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ്, നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇപ്പം അറിഞ്ഞു വരുന്നു. മേ ബി ലാസ്റ്റ് 2-3 ഇയേഴ്സ് ആയിട്ടേ അറിഞ്ഞു വരുന്നിട്ടുള്ളൂ. അതിന് മുന്നേ ഒന്നും അത്ര അവെയർ അല്ല. പക്ഷെ ഇപ്പോഴും അവെയർ അല്ലാത്ത പേഷ്യൻസ് ഉണ്ട് കേട്ടോ. ഇല്ലാന്ന് പറയുന്നില്ല, ഉണ്ട്. അവെയർ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ ബേസിക്കലി സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബി ഡി എസ് ഡിഗ്രി എന്ന് പറയുന്ന MBBS പോലെ തന്നെ നമ്മളും 5 ഇയേഴ്സോളം പഠിച്ച് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഒക്കെ വരുന്നതാണ്. ആൻഡ് നമ്മൾ തേർഡ് ഇയർ മുതലേ തന്നെ നമ്മൾ പേഷ്യൻസിൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തും തുടങ്ങുന്നതാണ്. നമ്മൾ പ്രാക്ടീസ് തേർഡ് ഇയർ മുതലേ തുടങ്ങും. സെക്കൻഡ് ഇയറിൽ നമുക്ക് പ്രീ ക്ലിനിക്കൽസ് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് തിയറി മാത്രമേ ഉള്ളൂ, നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്. ബട്ട് അത് കൂടുതലും നമുക്ക് അതിൽ വേറെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി ആണ് പഠിക്കാനുള്ളത്. ഹെഡ് ആൻഡ് നെക്ക്, നമ്മളെ ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഇത് ബേസിക്സ് ആണ്. ഓക്കെ. നമ്മൾ സെക്കൻഡ് ഇയർ മുതൽ വരുമ്പോഴാണ് നമ്മൾ പേഷ്യൻസിൽ ചെയ്യുന്നതിന് മുന്നേ തന്നെയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. തേർഡ് ഇയർ മുതൽ നമുക്ക് കോട്ടാസ് ഉണ്ട്, നമുക്ക് പേഷ്യൻ്റ് ലെവൽ കോട്ടാസ് ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. അത്രയും സ്ട്രിക്റ്റ് ആണ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കോളേജ് ആണെങ്കിലും. സോ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ റിഗാർഡിങ് വീഡിയോസ്. പിന്നെ ഇതിൻ്റെ സ്കോപ്പ്, ഇതിന് ഓരോ ഇയറുമുള്ള കാര്യങ്ങളും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു കുറച്ച് പാർട്ട് ബൈ പാർട്ടായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇടാം. ഓക്കെ.